ഹലോ, പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, നിന്റെ നെറികെട്ട നാവാണെന്നറിയാം, എന്ന് വെച്ച് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ നിന്റെ നെഞ്ചടിച്ച് കലക്കും ഞാൻ എന്ന് പറഞ്ഞ് അബി ഒരു തള്ളു വെച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരം അബി പറയുന്നുണ്ട്, എന്നെ തല്ലിയാലും കൊന്നാലും സത്യങ്ങൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ തന്നെയുണ്ട് ഏട്ടാ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതേടാ, അതിൽ തന്നെയാണ് എൻ്റെ വിശ്വാസവും. എന്നെങ്കിലും ഒരു ദിവസങ്ങൾ സത്യങ്ങൾ പുറത്തു വരും. അന്ന് ചിലപ്പോൾ എൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് നീയായിരിക്കും. ചന്തുമോളുടെ അച്ഛൻ നീയാണെന്ന് എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്. അത് കേട്ട് അബി പറയുന്നുണ്ട്, ഇനി സ്വന്തം തെറ്റ് എൻ്റെ തലയിൽ ചാർത്തിക്കോ, അതോടെ തൻ്റെ കൈകൾ ശുദ്ധമാകുമല്ലോ. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് ദേഷ്യത്തോടെ, അവൻ വന്നിരിക്കുന്നു ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി. പിന്നെയും ആദർശ് പറയുന്നുണ്ട്, എടാ, അനഘ നാവ് ചലിപ്പിക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നീയായിരിക്കും. എന്നാൽ അവൾ എത്രയും പെട്ടെന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതിനുവേണ്ടി നേർന്ന് നടക്കുന്നവൻ എന്നും പറഞ്ഞ് അബിക്ക് വീണ്ടും ഒരു തള്ളു കൊടുത്ത് ആദർശ് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ അബി നേരെ അനഘയെ കാണാൻ പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മരിച്ചിട്ട് നീ എന്തിനാടി ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ല, ആദർശാണ്. അങ്ങനെ ഒരു കഥ ഞാൻ തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാകാൻ കഴിയില്ലടി. നിനക്ക് ചുറ്റും ഞാനിവിടെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. നിൻ്റെ കാലോ കയ്യോ ഒന്ന് അനങ്ങിയാൽ മതി, അവർ നിന്നെ തീർത്തുകൊള്ളും എന്നും പറഞ്ഞ് കഴുത്തിന് പിടിക്കുന്നുണ്ട് അബി ദേഷ്യത്തോടെ. പിന്നെ കാണിക്കുന്നത് നടന്ന സംഗതികളൊക്കെ ഇങ്ങനെ അബിയെ അനഘയുടെ വീട്ടുമുറ്റത്ത് കണ്ട സംഗതികളൊക്കെ ആദർശ് നയനയോട് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഈ നാടകത്തിൻ്റെ ഒക്കെ പിന്നിൽ അവൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ അനഘയെ പറ്റി നമുക്കൊന്ന് അന്വേഷിക്കണം. അന്വേഷണത്തിനൊടുവിൽ ആരെങ്കിലും അബിയുടെ പേര് പറഞ്ഞാലോ? അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഈ അനഘ കുറേ കാലം ഗൾഫിലായിരുന്നു. നാട്ടിൽ ബന്ധുക്കളായിട്ടൊന്നും വലിയ അടുപ്പത്തിലൊന്നുമല്ല. അപ്പോൾ നയന പറയുന്നുണ്ട്, അനഘയുടെ ഏതെങ്കിലും ഫ്രണ്ടിനെ ഒന്ന് കണ്ടെത്തിയാൽ മതി. അനഘയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പുരുഷൻ ആരാണെന്ന് നമുക്ക് നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ കഴിയും. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, നിന്നോട് എല്ലാം തുറന്നു പറഞ്ഞതിലൂടെ എൻ്റെ മനസ്സിലുള്ള എല്ലാ ഭാരങ്ങളും ഒഴിഞ്ഞുപോയി. പിന്നെ കാണിക്കുന്നത്, ഇനി എൻ്റെ അമ്മ കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ ഞാൻ രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറയുന്നുണ്ട് ആദർശ്. പിന്നെ കാണിക്കുന്നത് അബിയെയാണ്. അബി ആ രണ്ട് ഗുണ്ടകളോടും സംസാരിക്കുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും ഒരു ചലനമുണ്ടായാൽ തീർത്ത് കളയണം അപ്പോൾ തന്നെ. അത് ഞങ്ങളേറ്റു എന്ന് പറയുന്നുണ്ട് ആ ഗുണ്ടകൾ. പിന്നെ അബി പറയുന്നുണ്ട്, എൻ്റെ ഏട്ടൻ അവൻ്റെ ദേഹത്ത് വീണ ചളി എത്രയും പെട്ടെന്ന് കഴുകിക്കളയാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് ആദർശേട്ടനോ മുത്തശ്ശനോ അവിടെ എപ്പോൾ വന്നാലും നിങ്ങൾ എന്നെ വിവരം അറിയിക്കണം. എന്നിട്ട് അവരുടെ കയ്യിൽ ഒരു കെട്ട് പണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിവരം അറിയിക്കണമെന്നും പറഞ്ഞിട്ട് അബി അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശ് ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അബി അങ്ങോട്ടേക്ക് വന്നിട്ട് വീണ്ടും പണം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ചോദിക്കുമ്പോൾ പണം എടുത്തു തരാൻ എൻ്റെ കൈകളിൽ എവിടുന്നാ പണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, മാസം നല്ല കോടികളുടെ വരുമാനമല്ലേ ഉള്ളത്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അതൊന്നും ഞാനെടുത്ത് ദൂർത്തടിക്കുകയല്ല ചെയ്യുന്നത്. ആ ലാഭം മുഴുവൻ ബാങ്കിൽ ഇടുന്നുണ്ട്. നീ ഉൾപ്പെടെയുള്ളവർക്ക് നാളെ അതിൻ്റെ പ്രയോജനം ഉണ്ടാകും. അപ്പോൾ അബി പറയുന്നുണ്ട്, ഏട്ടാ, അങ്ങനെ പ്രയോജനപ്പെട്ടിട്ട് എന്ത് കാര്യം? എനിക്ക് ഇന്ന് ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് ഇന്നാണ് നടത്തേണ്ടത്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ 5 ലക്ഷം തന്നതല്ലേ? അപ്പോൾ അബി പറയുന്നുണ്ട്, അതിന് ഞാൻ നബിക്ക് സ്വർണം വാങ്ങിക്കൊടുത്തു. അത് കേട്ട് അതുകൊണ്ട് ആ പണം തീർന്നു. അത് കേട്ടപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്നാൽ ഞാൻ നബിയെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. അപ്പോൾ അബി തടയുന്നുണ്ട്. ഞാൻ ചെറിയ കള്ളത്തരം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഏട്ടനെ പോലെ വലിയ കള്ളത്തരമൊന്നും മൂടി വെക്കാറില്ല. ഏട്ടൻ മൂടി വെച്ച രഹസ്യം ഏട്ടത്തെ അറിഞ്ഞാലുണ്ടല്ലോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെന്താ ഞാൻ രഹസ്യം? അതെന്താ ഞാൻ അറിഞ്ഞാൽ എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, ഏട്ടത്തെ അറിയാത്ത പല രഹസ്യങ്ങളും ആദർശേട്ടനുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട്, അത് ഞാനങ്ങ് സഹിച്ചോളാം. അത് കേട്ടപ്പോൾ അബി പറയുന്നുണ്ട്, ഇത് കേട്ടാൽ ഏട്ടത്തിക്ക് സഹിക്കാൻ കഴിയില്ല. ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ കഴിയാത്ത വലിയ തെറ്റാണ് ഏട്ടൻ ചെയ്തത്. അതെന്താ അത്ര വലിയ രഹസ്യം? അത്ര വലിയ തെറ്റെന്താ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. നീ പറയട്ടെ ഞാൻ എന്നും പറഞ്ഞ് ആദർശം ഞങ്ങൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അബി. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, നീ പറഞ്ഞോടാ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അബി പറയുന്നില്ല. കാരണം അബിക്ക് ആദർശിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ഒരു തുറുപ്പിച്ചിട്ടാണല്ലോ അത്. അപ്പോൾ നയന അബിയോട് ചോദിക്കുന്നുണ്ട്, ചന്തുമോൾ ആദർശേട്ടൻ്റെ കുഞ്ഞാണോ? അതാണോ രഹസ്യം?
അത് കേട്ട് അഭി ഞെട്ടുന്നുണ്ട്. ഓഹോ, അപ്പോഴെല്ലാം ഭാര്യയോട് തുറന്നു പറഞ്ഞു. അപ്പോൾ നയന പറയുന്നുണ്ട്, അതേടാ, ആദർശേട്ടൻ്റെ വാക്കുകൾ എനിക്ക് വിശ്വാസമാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, നിങ്ങൾ മാത്രമേ അറിഞ്ഞുള്ളൂ, അമ്മായി അറിഞ്ഞില്ലേ? ഞാനിപ്പോൾ തന്നെ അമ്മായിയോടും പറയാൻ പോവുക. അപ്പോൾ നയന പറയുന്നുണ്ട്, ഭാര്യയായ ഞാൻ വിശ്വസിച്ചില്ലേ, അപ്പോൾ അമ്മയും ആദർശേട്ടനെ വിശ്വസിക്കുമെന്ന് പറയുന്നുണ്ട്. അമ്മായിയോട് മാത്രമല്ല എല്ലാവരോടും ഞാൻ പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് അബി, എല്ലാവരോടും പറയുകയാണെന്ന് പറഞ്ഞാൽ ആദർശേട്ടൻ എന്നെ തിരിച്ച് വിളിച്ച് പണം തരുമായിരിക്കും. പക്ഷെ ആദർശ് തിരിച്ച് വിളിച്ചൊന്നുമില്ല. പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ എന്ന് തന്നെയാണ് ആദർശിൻ്റെ മനസ്സിലും ഉള്ളത്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ദേവയാനി ഇങ്ങനെ ചന്തുമോളെ ഇങ്ങനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഇഷ്ടത്തോടും സ്നേഹത്തോടും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഇഷ്ടപ്പെടാതെ നോക്കുന്ന ജലജയെയും കാണിക്കുന്നുണ്ട്. എന്നിട്ട് അഭി വന്ന് പറയുന്നുണ്ട്, എൻ്റെ കൊള്ളരുതായ്മ മാത്രമേ ഇവിടെ എല്ലാവർക്കും അറിയൂ, പക്ഷേ ആദർശേട്ടൻ്റെ കൊള്ളരുതായ്മ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ ചൊവ്വേ പറ. അപ്പോൾ അങ്ങോട്ടേക്ക് നയനയും എത്തുന്നുണ്ട്. എന്നിട്ട് നയന പറയുന്നുണ്ട്, നീ എന്താ പറയാത്തത്, പറയടാ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഭീഷണി രൂപത്തിൽ പിന്നെയും പറയുന്നുണ്ട്, ഞാൻ പറയും, പിന്നെ എന്നെ കുടുംബം കലക്കിയെന്നൊന്നും പറയരുത്. പക്ഷേ എന്നിട്ടും അഭി പറയുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഭിക്ക് കാശടിച്ച് മാറ്റാൻ പറ്റില്ലല്ലോ. അത് മനസ്സിലാക്കി നയന ദേവയാനിയോട് ചന്തുമോളെ പറ്റിയുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് ദേവയാനി വല്ലാതാകുന്നുണ്ട്. അപ്പോൾ ജലജയും പറയുന്നുണ്ട്, ചന്തുമോളുടെ അച്ഛൻ ആദർശാണല്ലേ? അന്നേരം ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, നിങ്ങൾ പറയുന്നതല്ല ഞാൻ വിശ്വസിക്കുക, എൻ്റെ മോൻ പറയുന്നതേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്നും പറഞ്ഞ് ആദർശിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് നയന അഭിയോട് പറയുന്നുണ്ട്, ഇതൊരു ബോംബായി മനസ്സിൽ സൂക്ഷിച്ച് നിനക്ക് ആദർശനെ ഭീഷണിപ്പെടുത്തണമായിരുന്നു അല്ലേടാ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇവൻ ഇതൊന്നും എന്നോട് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ നയന പറയുന്നുണ്ട്, പറയാത്തത് നിങ്ങളുടെ മോൻ ഒരു നന്മമരായത് കൊണ്ടല്ല, ഇതും പറഞ്ഞ് ആദർശേട്ടനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടണം, അതിനു വേണ്ടിയാണ്. ഇപ്പോൾ തന്നെ കുറേ പണം അടിച്ചു മാറ്റി കഴിഞ്ഞു, ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് ആദർശേട്ടൻ്റെ കയ്യിൽ നിന്ന് നീ ഒരു ചില്ലിക്കാശും വാങ്ങില്ലടാ എന്നിങ്ങനെ പറയുന്നുണ്ട് നയന. പിന്നെ കാണിക്കുന്നത് ദേവയാനി ആദർശനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കേട്ടത് സത്യമാണോ? വല്ലാത്തൊരു ഭാവത്തിലാണ് ദേവയാനി ഉള്ളത്. എന്നിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട്, ചന്തുമോൾ നിൻ്റെ കുഞ്ഞാണോ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് അമ്മ അനഘയുടെ വീട്ടിൽ എൻ്റെയും അവളുടെയും ഒന്നിച്ചിട്ടുള്ള ഫോട്ടോ ഉണ്ടായിരുന്നു. പിന്നെ അനഘയുടെ ബന്ധുക്കൾ ചന്തുമോൾ എൻ്റെയും അനഘയുടെയും കുഞ്ഞാണ് എന്നിങ്ങനെ പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽ മുഴുവനും പറഞ്ഞ് തീരുന്നതിന് മുമ്പേ ദേവയാനി ആദർശിൻ്റെ കാരണം നോക്കി ഒന്ന് കൊടുത്തു നന്നായിട്ട്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.